യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി വളരെ ദൈവാനുഗ്രഹമുള്ളൊരു ദിവസമായിരിക്കട്ടെ. നല്ലൊരു മാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആദ്യ ദിവസം തന്നെ ആശംസിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കൂടുതലായി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തെ ദൈവവചനത്തിലൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ ഒക്കെയും ഇരുന്ന് കുടുംബമായും അല്ലാതെയും ഒറ്റയ്ക്കായും യാത്രയിലും ഹോസ്പിറ്റൽ വരാന്തയിലും പല ഭാഗങ്ങളിലും ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ അതവരുടെ ജീവിതത്തിനകത്ത് ഒരനുഭവമാകാൻ, ഒരു സൗഖ്യമാകാൻ, ഒരു വിടുതലാകാൻ, കുറേ കൂടെ ജീവിതം പ്രതീക്ഷയിലേക്ക് നയിക്കാൻ അത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. അത് കാരണമാകട്ടെ. നമുക്കിന്ന് ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കാം. സങ്കീർത്തന പുസ്തകം 66-ാം അധ്യായം 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യം. സങ്കീർത്തനം 66:13. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും, അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവുകൊണ്ട് നേർന്നതാണ് അവ. ഇത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കിയാൽ എഴുതിയിട്ടുണ്ട്, കഷ്ടകാലത്തിലായിരുന്നപ്പോൾ എൻ്റെ നാവുകൊണ്ട് നേർന്നതാണ് അവ. അപ്പോൾ ഏതൊക്കെയോ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ, അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ആ ഒരു വല്ലാത്ത സമയം, ആ കഷ്ടതയുള്ള കാലം പ്രാർത്ഥനയിൽ സമർപ്പിച്ചതിലൂടെ അത് മാറിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും, അങ്ങയോടുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. ഇങ്ങനെ പറഞ്ഞു. പിന്നീട് എഴുതിയിട്ടുണ്ട് 14-ാമത്തെ വാക്യം, കഷ്ടതയിലായിരുന്നപ്പോൾ, പ്രതിസന്ധിയിലായിരുന്നപ്പോൾ എൻ്റെ നാവുകൊണ്ട് നേർന്നതാണ് അവ. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികളൊക്കെ മാറാൻ, ചില വെല്ലുവിളികൾ മാറാൻ, നമുക്ക് നാളെയെക്കുറിച്ച് എന്തു ചെയ്യണമെന്നറിയാത്ത ചില സാഹചര്യത്തിൽ നേർച്ച നേർന്നുള്ള പ്രാർത്ഥന അനുഗ്രഹമാണ്. നേർച്ച നേർന്നുള്ള പ്രാർത്ഥന ഒരുപാട് പണം കൊണ്ട് മാത്രമാണേ നടക്കുകയുള്ളൂ. പൈസ കൊണ്ട്, പണം കൊണ്ട് നടന്ന് കിട്ടുന്ന നേർച്ചകളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഇങ്ങനെയൊരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തായിരുന്നു അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷ്യത്തെ പറയാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നു. നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. അത് സാഹചര്യങ്ങളെ മാറ്റും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞ, കഷ്ടകാലത്ത് ഞാൻ നേർന്നതാണ്, ഇപ്പോൾ അത് മാറി. ഇനി 12-ാമത്തെ വാക്യം കടന്നുപോയ വഴികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ ഇടയാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. ഞങ്ങൾ എതിരെയൊക്കെ കടന്നുപോയി. തീയിലും വെള്ളത്തിലും. തീയും വെള്ളവും ഒരു മനുഷ്യനെ
വല്ലാതെ പേടിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും പൊള്ളിക്കുന്നതും നശിപ്പിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ജീവിതം കടന്നുപോയത് അത്ര എളുപ്പമുള്ള ഒരു സാഹചര്യത്തിലൂടെയല്ല, തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു, ഞങ്ങളെ സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ദൈവം ഞങ്ങളെ എത്തിച്ചു. അപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴാണ് നേർച്ച നേർന്നത്. അതുകൊണ്ടാണ് താഴെ എഴുതിയിട്ടുള്ളത്, കഷ്ടതയിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ നാവുകൊണ്ട് നേർന്നതാണ് ഇവയൊക്കെ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ 1-ാം തീയതി കേൾക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു സഹായം ലഭിക്കട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി 1-ാം തീയതി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 1-ാം തീയതി എല്ലാ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒത്തിരി സാക്ഷ്യങ്ങളുള്ള, ദൈവം കൈപിടിച്ചു നടത്തുന്ന അനുഭവങ്ങളുള്ളൊരു മാസമായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന മാസങ്ങളായി, വർഷങ്ങളായി, ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർ, ആ വചനം എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർ, ദിവസത്തിൻ്റെ പല പ്രാവശ്യം ഇത് ശ്രദ്ധിക്കുന്നവർ, കുടുംബമായി ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവർ, ഈ വചനം അനേകർക്ക് വളരെ നേരത്തെ എഴുന്നേറ്റ് അയച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്തവർ, പ്രത്യേകമായി ചിലർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈ ദിവസം അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു ബുദ്ധിമുട്ടും വരാതെ, ഒരു തകർച്ചയും വരാതെ, ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരു തരത്തിലും വീണു പോകാതെ, പ്രലോഭനത്തിലും പെട്ടുപോകാതെ, ഒരു ചതിയിലും വീണു പോകാതെ, അനർത്ഥത്തിലും ചെന്ന് ചാടാതെ, ഒരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ, കർത്താവേ, എന്നെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തെ നിറയ്ക്കണമേ. കൂട്ടായ്മയുണ്ടാകണമേ. തമ്മിലുള്ള അസ്വസ്ഥതകൾ, വഴക്കുകൾ, അകൽച്ചകൾ മാറിപ്പോകാൻ, സ്നേഹത്തിലും സമാധാനത്തിലും സ്വസ്ഥതയിലുമാകാൻ ഇടയാകണമേ. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ നടന്നു പോകുന്നത് പോലെയും ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മതിക്കുന്നത് പോലെയുമുള്ള അനുഭവങ്ങളുണ്ട്. വാടിപ്പോകുന്ന, തകർന്നു പോകുന്ന, മനസ്സ് ക്ഷീണിച്ചു പോകുന്ന പല അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ, കോളേജുകളിലൊക്കെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പകർച്ചപ്പനിയും മറ്റ് അസ്വസ്ഥതകളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തെ സമർപ്പിക്കുന്നു. രോഗങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്ന്, പനികളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ആരോഗ്യത്തെ സംരക്ഷിക്കണമേ. മാരകമായ എല്ലാ രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പലതരം രോഗങ്ങളാൽ മരുന്നെടുക്കുന്നവർ, ഓപ്പറേഷന് വിധേയമായവർ, ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർ, വീടുകളിലായിരിക്കുന്നവർ, തളർന്നായിരിക്കുന്നവർ, വിധവകളായിട്ടുള്ളവർ, ആരാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക മേഖലയിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ, PR അപേക്ഷ കൊടുത്തവരെ, മറ്റു രാജ്യങ്ങളിലായിരിക്കുന്നവരെ, ഒരു ജോലി ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരെ, സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ 1-ാം തീയതി പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണം, ചതികൾ, വഞ്ചന, നിരാശ, കുറ്റബോധം, തകർച്ചകൾ എല്ലാത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ വീടിൻ്റെ അകവും പുറവും അനുഗ്രഹമാക്കണമേ. എല്ലാ മുറികളെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ, ഞങ്ങളുടെ യാത്രകളെ, ഡ്രൈവിങ്ങിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആപത്തോ അപകടമോ ഒന്നും വരാതെ ഞങ്ങളെ സുരക്ഷിതമാക്കണമേ. ഞങ്ങളുടെ തീരുമാനങ്ങൾ അനുഗ്രഹമാകണമേ. സാമ്പത്തികമായ പ്രതിസന്ധികൾ പരിഹരിക്കണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സാധ്യമായ പരിചയത്തിലുള്ള കൂടെയുള്ള എല്ലാവർക്കും പറ്റും പോലെയൊക്കെ അയച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു നന്മയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ലൊരു ദിവസം, നല്ലൊരു മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.